നമസ്കാരം പ്രവാസി മലയാളിലേക്ക് സ്വാഗതം. കുവൈത്തിൽ 60 വയസ്സ് പൂർത്തിയായ അവിക്ത തൊഴിലാളികളുടെ വിസ പുതുക്കുന്നത് നിർത്തിവെച്ചു. വിദേശ തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കാനും സ്വദേശി വിദേശി ജനസംഖ്യ അസന്തുലിതാവസ്ഥ പരിഹരിക്കാനും ലക്ഷ്യമിട്ടാണ് കുവൈത്ത് 60 വയസ്സ് പൂർത്തിയാക്കുന്നവർക്ക് വിസ പുതുക്കി നൽകുന്നത് നിർത്തിവെക്കുന്നത്. സാധാരണ ജോലിക്കാർ, ഡ്രൈവർമാർ, മൻധൂബർമാർ എന്നിവരെയാണ് പുതിയ നിയമം ബാധകമാവുക. എന്നാൽ ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, മാധ്യമപ്രവർത്തകർ, അഭിഭാഷകർ, സ്വകാര്യ സ്ഥാപനങ്ങളിലെ ബിസിനസ് മേധാവികൾ എന്നിവർക്ക് നിയമം ബാധകമല്ല. പുതിയ നിയമം പ്രാബല്യത്തിലാകുന്നതോടെ തൊഴിലാളികൾ, യുവാക്കളുടെ എണ്ണം കൂടുമെന്നും ഇത് കാര്യക്ഷമത വർദ്ധിപ്പിക്കുമെന്നാണ് മാൻപവർ അതോറിറ്റിയുടെ കണക്കുകൂട്ടൽ. താമസരേഖ പുതുക്കുന്നതിന് ഡോക്ടർമാരുടെ ബിരുദ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതില്ല. എന്നാൽ നഴ്സിംഗ് ജീവനക്കാർ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന ബിരുദ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. പ്രവാസി മലയാളികൾക്ക് ആശ്വാസമായി കുവൈത്ത് എയർവേസിൽ നോർക്ക ഫെയർ എന്ന ആനുകൂല്യം നിലവിൽ വന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ നോർക്ക് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കെ ഹരികൃഷ്ണൻ നമ്പൂതിരിയും കുവൈത്ത് എയർവേസ് സെയിൽസ്മാൻ മാനേജർ സുധീർ മെത്തയും ധാരണാപത്രം ഒപ്പുവെച്ചു. കുവൈത്ത് എയർവേസിൽ യാത്ര ചെയ്യുന്ന പ്രവാസി മലയാളികൾക്ക് അടിസ്ഥാന യാത്രാ നിരക്ക് 7% ഉളവ് കിട്ടും. നോർക്കയുടെ തിരിച്ചറിയൽ കാർഡുകൾ പ്രവാസിയും ജീവിത പങ്കാളിയും 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കും ഇളവുണ്ടാകും. തിരിച്ചറിയൽ കാർഡുകളുള്ളവർക്ക് ഫെബ്രുവരി 20 മുതൽ ലഭിക്കും. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടന്ന ചടങ്ങിൽ നോർക്ക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ ഇളങ്കോവൻ, ജോയിന്റ് സെക്രട്ടറി കെ ജനാർദ്ദനൻ, നോർക്ക റൂട്ട്സ് ജനറൽ മാനേജർ ഡി ജഗദീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. എങ്ങനെ ബുക്ക് ചെയ്യാം? കുവൈത്ത് എയർവേസിന്റെ വെബ്സൈറ്റിലൂടെയും എയർവേസിന്റെ ഇന്ത്യയിലെ സെയിൽസ് ഓഫീസർ മുഖേനയും പ്രവാസി മലയാളികൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. വിവരങ്ങൾ നോർക്ക ടൂറിസ്റ്റിന്റെ ടോൾ ഫ്രീ നമ്പറായ 180052539399 00918802021345 എന്ന നമ്പറും ലഭ്യമാണ്. കുവൈത്ത് ദേശീയ വിമോചന ദിനങ്ങളായ ഫെബ്രുവരി 25-26 830 തടവുകാർക്ക് അമീറിന്റെ കാരുണ്യം ലഭിക്കും. സ്വദേശികളും വിദേശികളും അടക്കം 830 തടവുകാരെ മോചിപ്പിക്കും. നിലവിൽ വിവിധ കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടെ ശിക്ഷ അനുഭവിക്കുന്ന തടവുകാരിൽ തെരഞ്ഞെടുക്കപ്പെട്ട 830 പേർക്കാണ് മോചനം ലഭിക്കുക. ഇവരിൽ നിരവധി സ്ത്രീകളും ഉൾപ്പെടുന്നുണ്ട്. ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടാത്തവരും തടവ് ശിക്ഷ കാലയളവിൽ നല്ല നടപ്പ് ഉൾപ്പെടെയുള്ള മാനദണ്ഡങ്ങൾ പരിഗണിച്ചാണ് പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. തീവ്രവാദം, മനുഷ്യക്കടത്ത് തുടങ്ങിയ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടാത്തവരെയാണ് കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം, നീതിന്യായ മന്ത്രാലയം, അമീർ ദിവാൻ എന്നീ മന്ത്രാലയങ്ങളിലെ പ്രത്യേക സമിതിയാണ് കുവൈത്ത് അമീർ ഷെയ്ഖ് സബാഹ് അൽ അൻഹാദ് അൽ ജാബിൻ അൽ സാം. കുവൈത്ത് അമീർ ഷെയ്ഖ് ആണ് കാരണത്തിന് അർഹരായവരുടെ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് ശേഷം അമീർ ഒപ്പുവെക്കുന്നതോടെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവും. കഴിഞ്ഞ വർഷവും സ്വദേശികളും വിദേശികളുമായ 760 തടവുകാർക്ക് അമീറിന്റെ കാരുണ്യം ലഭിച്ചിരുന്നു. ഇവരിൽ വനിതകളടക്കം നിരവധി ഇന്ത്യക്കാരും ഉൾപ്പെടുന്നുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.